മക്കളെ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്തംഭങ്ങൾ പറഞ്ഞ ചാപ്റ്ററിലെ വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ അല്ലെങ്കിൽ സർക്കുലർ പ്രിസം പറഞ്ഞുള്ള ഒരു ഭാഗമാണ്. അതായത് 206-ാമത്തെ പേജിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് വൃത്തസ്തംഭം എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ. എന്താണ് വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ? ഇതാണ് വൃത്തസ്തംഭം. ഈ ഒരു സ്തംഭത്തിന്റെ ബേസ് വൃത്തമാണെങ്കിൽ അയാളെ നമ്മൾ സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം അല്ലെങ്കിൽ സർക്കുലർ പ്രിസം എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഇയാളെ നമ്മൾ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ ഇയാൾ വെച്ചത് എന്നോട് നമുക്കൊരു സംശയം തോന്നും. വേറൊന്നുമല്ല, ഇയാള് എന്ന് പറയുന്നത് ഒരു ബഹുഭുജ സ്തംഭം അല്ല. ബഹുഭുജ സ്തംഭത്തിനെ ഞാൻ വിളിക്കുന്നത് പോളിഗണൽ പ്രിസം എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിസം എന്ന് പറയുന്നത് സ്തംഭമാണ്, സ്തംഭത്തിനെ തന്നെയാണ് പ്രിസം എന്ന് പറയുന്നത്. അതേപോലെ ബഹുഭുജ സ്തംഭത്തിനെയും അതിൽ പ്രിസം തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടും രണ്ടാണ്. അതായത് സ്തംഭങ്ങളും അതേപോലെ ബഹുഭുജ സ്തംഭങ്ങളും രണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അതായത് രണ്ടാൾക്കും രണ്ട് പേരുണ്ടാകും. സ്തംഭങ്ങളെ നമ്മൾ പ്രിസം എന്നും ബഹുഭുജ സ്തംഭത്തിനെ ഞാൻ പറയുന്നത് പോളിഗണൽ പ്രിസം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല വൃത്തം എന്ന് പറയുന്നത് ഒരു പോളിഗണാണ് അല്ലെങ്കിൽ ബഹുഭുജമാണ്. അതുകൊണ്ടാണ് ഇയാൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബേക്കിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതുവരെയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താ, ബഹുഭുജ സ്തംഭങ്ങളായ ത്രികോണം, ചതുരം, അങ്ങനെ സമഭുജം, പഞ്ചഭുജം, അങ്ങനെ പോണ ആളുകളായിരുന്നു. അപ്പോൾ ഇയാൾ എന്ന് പറയുന്നത് വെറും സ്തംഭമാണ്. ഓക്കെ, അപ്പോൾ ഇയാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇയാളെ നമ്മൾ കേർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് നമ്മൾ പറയാറ്. അതായത് മലയാളത്തിലാണെങ്കിൽ ഇയാൾ ചക്രത്തിന്റെ ആകൃതി ആയതുകൊണ്ട് തന്നെ വക്രമുഖം എന്നാണ് നമ്മൾ ഇതിനെ പറയാറ്. പാദമുഖങ്ങൾ രണ്ട് മുഖങ്ങളുണ്ട്. ഇത് പാദമുഖം, ഇതും പാദമുഖം, ഇതും ഒരു മുഖാണ്. ഇയാള് വക്രമുഖം അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും. ഇതിന്റെ പാദം വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ പരപ്പളവ് തന്നെയായിരിക്കും ഇയാൾക്ക്. ഇതിന്റെ വ്യാപ്തം കാണാനും ഇയാളുടെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലല്ല ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. ഓക്കെ, നമ്മൾ അഗൈൻ ചോദ്യത്തേക്ക് പോവാണ്. ഓക്കെ, ചോദ്യം നമ്മൾ വായിക്കാൻ പോവാണ്. പാദവ്യാസം 1 മീറ്ററും ഉയരം 2 മീറ്ററും ആയ വൃത്തസ്തംഭാകൃതിയിലുള്ള ജലസംഭരണിയിൽ ജലസംഭരണിയിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദിക്കുന്നത്. വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ അല്ലെങ്കിൽ സർക്കുലർ പ്രിസം എന്നൊക്കെ പറയും. ജലസംഭരണി എന്ന് പറയുമ്പോൾ ജലം സംഭരിക്കുന്ന ആളെ നമ്മൾ ടാങ്കർ എന്നാണ് പറയാറ്. ഇപ്പൊ പറഞ്ഞ കാര്യം നമ്മൾ വൃത്തമായിട്ടൊന്ന് വരച്ചു നോക്കാം. വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ നമുക്ക് വരച്ചു നോക്കാം. സിലിണ്ടർ ആവുമ്പോ എന്താ, പാദങ്ങൾ എന്താണ്, പാദം എന്താ, വൃത്താണ് അല്ലെങ്കിൽ സർക്കിൾ ആണ് പാദം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പ്രിസം അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. മക്കളെ, സ്തംഭങ്ങൾക്ക് നമുക്ക് മറ്റൊരു ഡെഫിനിഷനും കൂടി നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മളെടുത്ത് സർക്കുലാർ ഷേപ്പിൽ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആകൃതിയിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഷീറ്റുകളൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ഇയാളെ പോലെ ഒരാളെ നമുക്ക് കിട്ടൂലേ. അതായത് ഇയാളുടെ താഴെ എല്ലായിടത്തും എന്താ, വ്യാസം ഉണ്ട്. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരമാണ്. പല ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ആരം എന്താണെന്നും വ്യാസം എന്താണെന്നും അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. വ്യാസമോ ആരമോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വ്യാസം എന്ന് പറഞ്ഞത് ഡയമീറ്റർ ആണ്, റേഡിയസ് എന്ന് പറയുന്നത് ആരമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ഷീറ്റുകൾ, വൃത്തത്തിന്റെ ആകൃതിയിൽ ഷീറ്റുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ച ഇതേപോലെ ഒരാളും കിട്ടൂലേ, അതും സ്തംഭമാണ്. ഒരുപാട് ചതുരത്തിന്റെ ഷീറ്റുകൾ അട്ടിക്ക് വെക്കുമ്പോ എന്താ, ചതുരസ്തംഭം കിട്ടും. ഒരുപാട് ത്രികോണത്തിന്റെ ഷീറ്റുകൾ, ഒരേപോലത്തെ ത്രികോണത്തിന്റെ ഷീറ്റുകൾ അട്ടിക്ക് വെക്കുമ്പോൾ നമുക്ക് ത്രികോണ ഷീറ്റുകൾ കിട്ടും. അതൊക്കെ എന്താ, സ്തംഭങ്ങളാണ്. അപ്പൊ പാദങ്ങളിൽ മാത്രമല്ല അളവുകൾ, അതിന്റെ ഉള്ളിലൊക്കെ എന്താ അളവുകൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഓർമ്മ വരാം. അഗൈൻ നമ്മൾ ചോദ്യത്തേക്ക് പോവുകയാണ്. പാദവ്യാസം അല്ലെങ്കിൽ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇയാൾ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പിന്നെ അടുത്തെന്താ, ഉയരം. ആരുടെ ഉയരം? വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്ററുമാണ്. അപ്പൊ ഉയരം എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, ഇയാളുടെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലിറ്റർ കാണുന്നതും വോളിയം കാണുന്നതും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഇയാളുടെ വോളിയം നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു, നമുക്ക് ഇനി കഥ എഴുതാൻ തുടങ്ങാം. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഓഫ് സിലിണ്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് സർക്കുലർ പ്രിസം ഈക്വൽ ടു പാദപരപ്പളവ് ഇൻറ്റു
പാദപരപ്പ് അല്ലെങ്കിൽ പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്ന് നമുക്കറിയാം. അതായത് വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ബേസ് ഏരിയ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് പാദപരപ്പ് എന്ന് പറയുന്നത് ഇയാൾ ഒരു വൃത്തമാണ്. വൃത്തത്തിന്റെ പരപ്പ് എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളെ നമ്മൾ എച്ച് എന്ന് വിളിക്കും. അപ്പൊ എച്ച് ഈക്വൽ ടു നമുക്കറിയാം ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ πr സ്ക്വയർ ആണ്, അല്ലെങ്കിൽ πr സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് എന്ന് നമുക്കറിയാം. ഇതിൽ നമുക്ക് പൈ അറിഞ്ഞൂടെ? റേഡിയസ് ആയ ആരത്തെ നമുക്കറിയോ? ഇല്ല. നമുക്ക് പക്ഷെ തന്നിട്ടുണ്ട് ഡയമീറ്റർ എന്ന് തന്നിട്ടുള്ളത് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് നമുക്ക് കണ്ടുകൂടെ? ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ 1 മീറ്റർ ആണ്. ഈ 1 മീറ്ററിന്റെ പകുതി 1/2 ആണ്, അല്ലെങ്കിൽ 0.5 മീറ്റർ എന്നും നമുക്ക് എഴുതാം. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. 1/2 ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ സുഖമാണ്. ഒരു സംശയമല്ല. പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ 1/2 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. 2 നമ്മൾ എഴുതി. പൈ ഇൻറ്റു 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു അഗെയിൻ 2. ഈ 4നെയും ഈ 2നെയും നമുക്ക് കട്ട് ചെയ്യാം. അഗെയിൻ ഈ 2നെയും 4നെയും കട്ട് നമ്മൾ താഴെ π/2 എന്ന് വരും. അപ്പോൾ π/2 മീറ്റർ ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ വോളിയം ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ π/2 മീറ്റർ ക്യൂബ് ആണ് ഇയാളുടെ വോളിയം എന്ന് പറയുന്നത്. ഇയാളുടെ വോളിയം കാണുന്നതും ഇയാളുടെ ലിറ്റർ കാണുന്നതും ഒരേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലിറ്റർ ആയിരിക്കും ഇയാളുടെ വോളിയം എന്ന് പറയുന്നത്. സോറി ഇയാളുടെ ലിറ്റർ എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും. π/2 മീറ്റർ ക്യൂബ് ലിറ്റർ ആയിരിക്കും. നമുക്ക് ഇയാളെ ലിറ്ററിൽ മാത്രമാണ് കാണേണ്ടത്. നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. ഈ മീറ്റർ ക്യൂബിന്റെ അവിടെ സ്ഥാനത്ത് 1000 കൊടുത്തു പോവുക. π/2 ഇൻറ്റു 1000 ലിറ്റർ ആയിരിക്കും. ഈ 1000നെയും ഈ 2നെയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 500 എന്ന് വരും. എഗെയിൻ നമുക്ക് 500 പൈ ലിറ്റർ എന്ന് ഉത്തരം വരും. നമുക്ക് ഇനി പൈയുടെ വാല്യൂ 3.14 കൊടുക്കണം എന്ന് ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളത് കൊടുത്തോണ്ട് ഒരു സംശയമില്ലാതെ നമുക്ക് എഴുതാം. പൈ എന്ന് പറയുന്നത് 3.14 ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ 500 × 3.14 നമ്മൾ ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യനിൽ അതിന്റെ ബ്രാക്കറ്റിൽ പൈ ഈക്വൽ ടു 3.14 അല്ലെങ്കിൽ 22/7 തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഗുണിക്കേണ്ടതാണ്. ഓക്കെ. ചില സാറന്മാർ ചിലപ്പോൾ പൈ എഴുതിയ മാർക്ക് തരൂല. അങ്ങനെയും കുറെ സാറന്മാരുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഒരു സംശയമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു സൈഡിൽ പോയി നമ്മൾ ഗുണിച്ചോണ്ടിട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇയാൾ എന്ന് പറയണത് ഇയാളുടെ ഹൈറ്റ് ആണെന്ന്. നമ്മളൊരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ആളുണ്ട്, ഇതേപോലെ ചെങ്ങായി ഉണ്ട്. ഇയാളെ നമ്മൾ കോൺ എന്ന് പറയും. അതായത് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കോണാണ്. അപ്പോൾ ഇയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. അതായത് ഇവിടെയും ഇയാൾക്ക് ഹൈറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്തംഭങ്ങൾക്ക് എന്താ ഒരേ ഉയരങ്ങളായിരിക്കും. അതായത് ഈ ഉയരം തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുന്നതും. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ആ ഉയരം ഒരിക്കലും ഇതല്ല ഉയരം, ഇതാണ് ഉയരം. അതായത് മുകളിൽ നിന്നും താഴെ വരെയുള്ള ഏറ്റവും ചെറിയ ദൂരത്തെയാണ് നമ്മൾ ഉയരം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്താ മുകളിൽ നിന്നും താഴെ വരെയൊക്കെ എന്താ ഒരേ ഉയരങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉയരെടുത്താലും പ്രശ്നമല്ല, ഇവിടെ എടുത്താലും പ്രശ്നമല്ല, ഇവിടെ എടുത്താലും പ്രശ്നമല്ല. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. സൈഡിൽ മാത്രമല്ല ഉയരം വരിക, ഇവിടെയൊക്കെ ഉയരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇയാളെ നമ്മൾ ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. ഇയാളായിരിക്കും വെറും ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ കാര്യം മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നത് മാത്രമാണ് ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. ഓക്കെ. ഇവിടെ ഉള്ളതും ഉയരം തന്നെയാണ്. ഓക്കെ മക്കളെ, നമ്മൾ 206ാമത്തെ പേജിൽ രണ്ടാമത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമുക്ക് എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ മെറ്റൽ കൊണ്ട് നമ്മൾ ഒരു സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററും ഹൈറ്റ് ആരുടെ ഹൈറ്റ് ആണ്? വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 32 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി പാദത്തിന്റെ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് 20 സെന്റിമീറ്റർ ആയ വൃത്തസ്തംഭം ഉണ്ടാക്കി. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടാക്കിയിട്ടുള്ള വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉയരം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ നമുക്ക് 2 സിലിണ്ടറുകൾ ഉണ്ട് അല്ലേ?
നമുക്കൊരു സിലിണ്ടർ നമുക്ക് വരച്ചു നോക്കാം. സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ അതിന്റെ ബേസുകൾ അല്ലെങ്കിൽ പാദങ്ങൾ എന്തായിരിക്കും? വൃത്തമായിരിക്കും. ഇതായിരിക്കും നമ്മളുടെ സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളുടെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇയാളുടെ പാദ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 15 സെന്റിമീറ്റർ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ ഈ വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 32 സെന്റിമീറ്ററുമാണ്. ഓക്കെ, ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തുണ്ടായത്? ഇത് ഉരുക്കി, ഇയാളെ നമ്മൾ ഉരുക്കി കഴിഞ്ഞു. ഇയാളെ ചെത്തിക്കളയല്ല, ഇയാളെ ഉരുക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇയാളെ നമ്മൾ ഉരുക്കിയിട്ട് നമുക്ക് എന്താ, പുതിയൊരു സ്തംഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? അതായത് പുതിയൊരു വൃത്തസ്തംഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൃത്തസ്തംഭം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു പ്രശ്നങ്ങളുമില്ല. ഇയാളുടെ റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 20 സെന്റിമീറ്റർ ആണ് ഇയാളുടെ റേഡിയസ് അല്ലെങ്കിൽ ഇയാളുടെ ആരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൃത്തസ്തംഭത്തിന്റെ ഉയരം, അതാണ് ഇയാള് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം, ഈ ദൂരം എത്രയാണെന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് നമുക്ക് ഇവിടെയും എടുക്കാം, ഇവിടെ എടുക്കാം, എവിടെ എടുക്കാം. കാരണം എന്താ, ഇയാളൊരു പ്രിസമാണ്, സ്തംഭമാണ്. ഓക്കെ, ഇയാളുടെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഇയാളാണ് അല്ലെങ്കിൽ ഇയാളെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, നോക്കടാ. ഉരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? വോളിയത്തെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ഉരുക്കുക എന്ന് കേൾക്കുമ്പോൾ വോളിയത്തെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തെയാണ്. എടാ മക്കളെ, ഇയാളെ നമ്മൾ ഉരുക്കിയിട്ടാണ് ഇയാളെ പോലെ ഒരാൾ ഉണ്ടാക്കിയില്ല, മെൽറ്റ് ചെയ്തിട്ടാണ് അയാളെ പോലെ ഒരാൾ ഉണ്ടാക്കിയുള്ളത്. ചെത്തിക്കളയല്ല. ഉരുക്കുക എന്ന് പറയുമ്പോൾ വ്യാപ്തമാണ്. അപ്പൊ ഇയാളുടെ വ്യാപ്തം തന്നെ ആയിരിക്കില്ലേ ഇയാൾക്കും? ഒരു സംശയവുമില്ല, ഇയാൾക്കും അത് തന്നെയായിരിക്കും. ചെത്തിക്കളയുമ്പോഴേ നമ്മളുടെ വ്യാപ്തങ്ങൾ മിസ്സായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഉരുക്കാണ്. അപ്പോൾ ഇയാളുടെ വ്യാപ്തം തന്നെയായിരിക്കും ഇയാളുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുകയാണ് ഇയാളുടെ വ്യാപ്തം എന്ന് പറയുന്നത് 10 മീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇയാളുടെ വ്യാപ്തം എത്രയായിരിക്കും? 10 മീറ്റർ ക്യൂബ് ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ മക്കളെ, വ്യാപ്തം എന്ന് പറഞ്ഞാൽ പാദപരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നമുക്കറിയാം. അതായത് വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, വ്യാപ്തം നമുക്ക് 10 മീറ്റർ ക്യൂബ് എന്ന് കിട്ടിക്കഴിഞ്ഞു ഇയാളത്. ഓക്കെ, ഇയാളുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ബേസ് വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിൾ ആണ്, വൃത്തത്തിൻ്റെതാണ്. πr സ്ക്വയർ ആണ്. അപ്പോൾ π ഇൻറ്റു r സ്ക്വയർ, അതായത് π ഇൻറ്റു 20 സ്ക്വയർ എന്ന് വരും. ഹൈറ്റ് നമുക്കറിയില്ല, അയാളെയാണ് നമുക്ക് കാണേണ്ടത്. എടാ, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളെ നമുക്ക് കിട്ടില്ലേ? കിട്ടും, ഒരു സംശയമില്ലാതെ നമുക്ക് കിട്ടും. അപ്പോ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇയാളുടെ വോളിയം കാണണം. ഇയാളെ വോളിയം കണ്ടിട്ട് ആ വോളിയം ഇതിനോടൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇയാളെ കിട്ടും. ഈ 10 എന്നുള്ളത് വെറൊരു ഉദാഹരണം മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊരു രീതിയിലും നമ്മൾ ഈ കാര്യം ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുക്കുക എന്ന് കേട്ടാൽ ഇയാളെ വോളിയം കൊണ്ട് ഹരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്ന് എഴുതി കൊടുക്കാനും നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, നമ്മൾ ചെയ്യാം. ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇയാളുടെ വോളിയം തന്നെയായിരിക്കും ഇയാളുടെ വോളിയം, ഇയാളുടെ വ്യാപ്തങ്ങൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യം ഇയാളുടെ വ്യാപ്തം കാണണം. ആ വ്യാപ്തം കണ്ടിട്ട് ഇയാളുമായിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇയാളുടെ വോളിയം കാണാം. നമുക്ക് എഴുതാം വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ. ഓക്കെ, വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആദ്യത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്നൊക്കെ എഴുതാം. ഓക്കെ, നിങ്ങൾ മലയാളത്തിൽ എന്താ വെച്ചാൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വോളിയം ഓഫ് ഫസ്റ്റത്തെ വൃത്തസ്തംഭത്തിന്റെ ഫസ്റ്റ് വോളിയം ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നിന്ന് എഴുതിയിട്ട് വൃത്തസ്തംഭത്തിന്റെ വോളിയം അല്ലെങ്കിൽ ആദ്യത്തെ വൃത്തസ്തംഭത്തിന്റെ വോളിയം എന്നൊക്കെ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ആരം 15 സെന്റിമീറ്റർ ആയ വ്യത്യാസം എന്തും എഴുതാം, നിങ്ങൾ ഐഡിയകൾക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. വോളിയം എന്ന് പറയുന്നത് പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. പാദപരപ്പളവ് അല്ലെങ്കിൽ പാദപരപ്പ് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. പാദപരപ്പ് എത്രയാ? പാദപരപ്പ് എന്ന് പറയുന്നത് വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ പരപ്പ് എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഇയാളെ നമ്മൾ πr സ്ക്വയർ ആണ് വൃത്തസ്തംഭത്തിന്, ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും വോളിയം കാണാൻ ലൊക്കേഷൻ ആണ് πr സ്ക്വയർ ഇൻഡിച്ച്. ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ π നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം 15 സ്ക്വയർ ആണ്. ഓക്കെ, ഹൈറ്റ് നമുക്കറിയാം എത്രയാ? 32 ആണ്. അപ്പോൾ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് മീറ്ററിൽ സെന്റിമീറ്ററിലാണ് തന്നത്. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇയാളുടെ എന്ന് പറയുന്നത്, ഇയാളുടെ വോളിയം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാം,
സോൾവ് ഒക്കെ ചെയ്യാം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ. അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ വെക്കുക. ഓക്കെ, അവിടെ ചിലപ്പോൾ നമുക്ക് വെട്ടി ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇയാളുടെ വോളിയം കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇയാളുടെ വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ, ഇയാളെ നമ്മൾ ചെത്തിയിട്ടല്ല കളയുന്നത്, ഇയാളെ നമ്മൾ ഉരുക്കിയിട്ട് ഇതേപോലത്തെ ഒരാളെ ഒന്നും മിസ്സാക്കി കളയും. അപ്പോൾ ഇയാളെ വോളിയം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ചെങ്ങായിന്റെ വോളിയത്തോട് നമ്മൾ ഈ വോളിയം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ രണ്ടാമത്തെ ചെങ്ങായിന്റെ വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് സെക്കൻഡ് പ്രിസം അല്ലെങ്കിൽ സെക്കൻഡ് സിലിണ്ടർ എന്നൊക്കെ കൊടുക്കാം. അതായത് രണ്ടാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം സമം. ഓക്കെ, ഇത് നമുക്കറിയാം എത്രയാ, ഈ രണ്ടാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നതും ഇയാൾ തന്നെയാണ്. വ്യാപ്തങ്ങൾക്ക് നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. വ്യാപ്തം എന്ന് പറയുന്നത് പാദപരപ്പളവ് ഇൻറ്റു ഉയരം തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് പൈ ആർ സ്ക്വയർ എച്ച് കൊടുക്കുകയാണ്. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് നമ്മൾ കൊടുത്തു. പൈ നമുക്കറിയാം, റേഡിയസും അറിയാം, ഇയാളതാണ്, സെക്കൻഡ് ആണ്, റേഡിയസ് 20 സ്ക്വയർ ആണ്. ഹൈറ്റ് നമുക്കറിയോ, ഹൈറ്റ് നമുക്കറിയൂല, അയാൾ അവിടെ നിന്നോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വോളിയം നമുക്കറിയില്ലേ, ഇതാ ഇയാളാണ് വോളിയം. അപ്പൊ ഇയാളെ നമ്മൾ ഇവിടെ വെക്കുക. പൈ ഇൻറ്റു 15 സ്ക്വയർ ഇൻറ്റു 32 എന്ന് വരും ഇയാളുടെ വോളിയം. ഈക്വൽ ടു എന്ന് പറയുന്നത് ഇയാളാണ്. അപ്പോൾ പൈ ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, ഈ എച്ച് ആണ്, ഈ ഹൈറ്റ്, അതായത് ഈ വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ആ ഹൈറ്റ് ഒരാളെ കാണണമെങ്കിൽ അയാളെ ഒരു സമത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡോ ഒറ്റയ്ക്ക് നിർത്തണം. നിലവിൽ ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാളെ ഒറ്റയ്ക്ക് നിർത്താം. ഇയാൾ ഒറ്റയ്ക്ക് നിർത്തണമെങ്കിൽ ഈ രണ്ട് ചങ്ങായിമാര് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എഴുതാം ഹൈറ്റ് ഈക്വൽ ടു. ഓക്കെ, ഹൈറ്റ് ഈക്വൽ ടു ഇതിന്റെ താഴത്തോട്ടാണ് ഇയാളെ നമ്മൾ കൊണ്ടുവരുന്നത്. പൈ ഇൻറ്റു 15 സ്ക്വയർ നമുക്ക് 15 ഇൻറ്റു 15 എന്ന് എഴുതാം. ഓക്കെ, ഹൈറ്റ് 32 നമ്മൾ അതേപോലെ എഴുതി. ഇയാളുടെ താഴത്തേക്കാണ് ഇയാൾ വന്നിട്ടുള്ളത്. പൈ ഇൻറ്റു 20 സ്ക്വയർ നമ്മൾ 20 ഇൻറ്റു 20 എന്ന് നമ്മൾ എഴുതാൻ പോവാണ്. എഗെയിൻ നമ്മൾ ഇയാളെ വെട്ടി ചെറുതാക്കാൻ പോവാണ്. എന്തിനാണ്, ഇപ്പോൾ സോൾവ് ചെയ്യാത്തതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ സോൾവ് ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ 15നെയും 20നെയും നമ്മൾ കട്ട് ചെയ്തു, 5 കൊണ്ട് കട്ട് ചെയ്തു. 15ൽ എത്ര 5 ഉണ്ട്, 3 ആണ്. 20ൽ എത്ര 5 ഉണ്ട്, 4 ആണ്. എഗെയിൻ ഇവിടെ 15ൽ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്തു, 15ൽ 3 ആണ്. എഗെയിൻ ഇയാളെ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്തു, 4 ആണ്. ഇവിടെ 32 ഉണ്ട്, താഴെ 4 ഉണ്ട്. ഈ 32ന് 4ന് നമ്മൾ കട്ട് ചെയ്തു, 4 8 32 ആണ്. പിന്നെ എഗെയിൻ ഇവിടെ 8 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4ന് 8ന് നമ്മൾ 4 കൊണ്ട് തന്നെ കട്ട് ചെയ്തു. ഇവിടെ 2 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ ഒരു 3 ഉണ്ട്, എഗെയിൻ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ലാസ്റ്റ് നമുക്ക് 3 ഇൻറ്റു 3 9 ആണ്. 9 ഇൻറ്റു 2 80 ആണ്. 18 സെന്റിമീറ്ററിലാണ് നമ്മളെ ഹൈറ്റ് കിടക്കുന്നത്. അപ്പൊ 18 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു മക്കളെ. നമ്മൾ ഇയാളെ ഉരുക്കിയിട്ടാണ് ഇയാളെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഇയാളെ ചെത്തിയിട്ട് മറ്റൊരു ത്രികോണ സ്തംഭമൊക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഉരുക്കുന്നതും അതേപോലെ വെട്ടി ചെറുതാക്കുന്നതും മാറ്റുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് മായ്ക്കാൻ പോകുന്നത്. നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടിയുണ്ട് നമുക്ക് ചെയ്യാൻ. 18 നമുക്ക് നിലവിലെ ആൻസർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടി നമ്മൾ ചെയ്യും. നമ്മൾ ഒരാളെ ഉരുക്കിയിട്ട് മറ്റൊരാളെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വോളിയങ്ങൾ തമ്മിലാണ് നമ്മൾ ഹരിക്കേണ്ടത്. വോളിയങ്ങൾ തമ്മിലാണ് ഹരിക്കേണ്ടത്. അതായത് ഇയാളുടെ വോളിയം ഹരിക്കണം ഇയാളുടെ വോളിയം. ഓക്കെ ആണോ? അപ്പൊ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയത്തിന് നമുക്ക് V1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ വോളിയത്തിന് നമുക്ക് V2 എന്ന് കൊടുക്കാം. ഇയാളുടെ വോളിയത്തിന് V1 എന്നും ഇയാളുടെ വോളിയത്തെ V2 എന്നും നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ ഒരു മോഡലാണ്. ഓക്കെ, V1 ഇയാളുടെ വോളിയം പാദപരപ്പളവ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഇയാളുടെ വോളിയത്തെ R1 എന്നും ഇയാളുടെ ഹൈറ്റിനെ H1 എന്നും ഞാൻ എടുത്തു. അയാളുടെ രണ്ടാമത്തെ ആളുടേത് പൈ ഇൻറ്റു ഈ R2 വോളിയം 2 ആയതുകൊണ്ട് R2 സ്ക്വയർ എന്നും H2 എന്നും കൊടുത്തു. ഈ പൈകൾ പരസ്പരം നമുക്ക് കട്ട് ചെയ്തൂടെ? പരസ്പരം പൈകളെ നമുക്ക് കട്ട് ചെയ്തൂടെ? ഓക്കെ, പൈകളെ നമ്മൾ കട്ട് ചെയ്തു. റേഡിയസ് നമുക്ക് അറിഞ്ഞൂടെ? റേഡിയസ് സ്ക്വയർ ആണ്. റേഡിയസ് സ്ക്വയർ അതായത് 15 സ്ക്വയർ എന്ന് പറയുന്നു. 15 എന്ന് എഴുതുന്നു. ഒരേപോലെ തന്നെ ഹൈറ്റ്, ഇയാളുടെ ഹൈറ്റ് 32 ആണ്. ഡിവൈഡഡ് ബൈ R2വിന്റെ റേഡിയസ്. ഇതാണ് R2. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ ആണ്. അപ്പൊ 20 ഇൻറ്റു 20 എന്ന് നമുക്ക് എഴുതാം. അവിടെ ഹൈറ്റ് ഇല്ല, ആ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. H2 ആയ ആ ഹൈറ്റിനാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ ആണോ മക്കളെ? നമ്മളിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇയാളുടെ വോളിയങ്ങൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു സംശയമില്ലാതെ ഈ V1 ഈ V1 നമുക്ക് കട്ട് ചെയ്യാം. ഒരേ സംഖ്യകൾ മുകളിലും താഴെയും വരികയാണെങ്കിൽ അയാളെ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇയാളും ഈക്വൽ ആണ്, അയാളെ നമ്മൾ കട്ട് ചെയ്തു. ഇയാളെയാണ് നമുക്ക് കാണേണ്ടത്. ഇയാളെ കാണണമെങ്കിൽ ഇയാളെ സമത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡോ നിർത്തണം. നിലവിൽ ഇയാൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ സുഖം, ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ സുഖം? ഇയാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ സുഖം. ഓക്കെ, ഇയാളുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഹരിക്കണം 2 ആണ്. ഹരിക്കണം 2 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം 2 ആയിരിക്കും. ഇയാൾ മോളിൽ കയറിപ്പോവും. അപ്പൊ H2 ഈക്വൽ ടു 15 × 15 × 32 ഡിവൈഡഡ് ബൈ 20 × 20. നമുക്ക് ഓർമ്മ ഉണ്ടോ, നേരത്തെ നമ്മൾ വെട്ടി ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചെങ്ങായി തന്നെയല്ലേ ഇവിടെ ഉള്ളത്. നമുക്ക് എഗൈൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് വെട്ടി ചെയ്യാം. ഇയാളി മറ്റേ 3/4 എന്ന് വരും. ഇയാളി മറ്റേ 3/4 എന്ന് വരും. ഇയാളി നമ്മൾ കേട്ട് 8. ഇയാളി നമ്മൾ 2 എന്ന് വരും. എഗൈൻ നമ്മൾ 3 × 2 എന്ന് വരും. 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക്. ഒരുക്കുക എന്ന് പറയുന്നതും അതേപോലെ വെട്ടി മാറ്റുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നമുക്ക് ഓർത്ത് വെക്കണം. ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇയാളുടെ വോളിയം കൊണ്ട് നമ്മൾ ഹരിച്ചാൽ മതി. ഫസ്റ്റ് ചെയ്ത കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കൺസെപ്റ്റിലൂടെ നമുക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് പച്ച മലയാളത്തിലോ അല്ലെങ്കിൽ പച്ച ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഒന്ന് എഴുതി വെച്ചാൽ നോക്കുന്ന ചെങ്ങായിക്ക് തോന്നും ഇയാൾ പൊളിയാണെന്ന്. അല്ലേ, നമ്മൾ പൊളിയല്ലേ? നമ്മൾ പൊളിയായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഞാനും പൊളിയാണ്, നിങ്ങളൊക്കെ പൊളിയാണ്. റെഡിയല്ലേ മക്കളെ?